ഇവര് മേൽപ്പാലത്തിന് മാത്രം നിൽക്കുന്നത്. മലമ്പുഴയിൽ അത് മാത്രമല്ല, മുണ്ടൂര് 15 കോടി ആക്കിയിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ വർഷങ്ങളായിട്ട് അത് പച്ചക്കറി മാർക്കറ്റാണ്. അതിനൊരു സൊല്യൂഷൻ കാണണം മുണ്ടൂരില്. മലമ്പുഴ മണ്ഡലം. പിന്നെ ഇപ്പൊ പ്രഭാകരൻ MLA ഓടി നടന്ന് ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം കഴിക്കുന്നുണ്ട്. അതിൽ പല ഹൈമാസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തിരിച്ചു കത്തുന്നില്ല. SJ ജംഗ്ഷനില് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 ആഴ്ച കത്തുന്നില്ല. ഇപ്പൊ അത് അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാലത്തിൽ മലമ്പുഴ ഇത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ശരി ശരി ശരി. ചോദിക്കൂ, കുറെ സമയം അദ്ദേഹം ചോദിക്കാൻ വേണ്ടി നിൽക്കുക. ചേട്ടാ ചോദിക്കൂ. മലമ്പുഴ നിയോജകമണ്ഡലത്തിലെ ഒരു പ്രധാന വികസനമാണ് ഗ്രീൻഫീൽഡ് ഹൈവേ. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ 12 കിലോമീറ്റർ മലമ്പുഴ നിയോജകമണ്ഡലത്തിലേക്കാണ് പോണത്. 24 ജനുവരിയിൽ ടെൻഡർ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു, നടന്നില്ല. 25 ജനുവരി ടെൻഡർ എന്ന് പറഞ്ഞ് നടന്നില്ല. ഞാൻ ചന്ദ്രനാറയിലെ NH ഓഫീസിൽ എപ്പോഴും പോകുന്ന ആളാണ്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടില്ല എന്നാണ് NH ഓഫീസിൽ നിന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധി ഐശ്വര്യയോടാണ് ചോദ്യം. ആരോടാ ചോദ്യം? ഞാൻ പൊതുവെ ചോദിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് വികസനങ്ങൾ, ഒരുപാട് വികസനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ അകത്തേത്തറക്കാർക്കുള്ള പ്രശ്നം ഈ നടക്കാവ് മേൽപ്പാലമാണ്. വീണ്ടും പാലത്തിലേക്ക് പോവാതെ പാലം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പാലം ചർച്ച ചെയ്തില്ലേ? ഇല്ല, ഇവിടത്തെ ജനങ്ങളുടെ പ്രശ്നം ഈ പാലമാണ്. ഈ പാലം പൂർത്തീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇത് നടപ്പിലാക്കേണ്ടിയിരുന്നില്ല. ഈ ഗേറ്റ് തന്നെ മതിയായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ അതിനേക്കാളും ബുദ്ധിമുട്ടിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ സഞ്ചരിക്കുന്നത്. ഏതൊക്കെ വഴി കൂടെ പോയിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. ആണ്ടിമടത്ത് ബസ് ഇറങ്ങിയിട്ട് വർഷങ്ങളോളമായി സ്ത്രീ ജനങ്ങള് പാലക്കാട് പണിയെടുക്കുന്നവര് നടന്നു വരുന്നു. ഇവിടത്തെ ജനങ്ങൾക്ക് ഒരു ഉശിരും ചൂടും ചുണയും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത്രയും വൈകിപ്പിച്ചിട്ടും, ഈ പാലം പണി തീരാതെ ഇത്രയും വൈകിപ്പിച്ചിട്ടും ഇവിടെ ജനങ്ങൾക്ക് ഒരു ഒത്തൊരുമ കാണുന്നില്ല. ഇവിടുത്തെ ജനകീയ സമരങ്ങൾ ഒരുപാട് നടക്കുമ്പോ നിങ്ങൾ വരേണ്ടതാണ്. മനസ്സിലായി, അത് ചർച്ച ചെയ്തില്ലേ? ഇവിടെ ജനകീയ സമരങ്ങൾ നിറയെ നടക്കുമ്പോൾ താങ്കൾ വരേണ്ടിയിരുന്നു. ഇപ്പൊ വന്നിട്ട് TV-ക്കാരുടെ മുമ്പിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഒരുപാട് സമരം ചെയ്യുമ്പോ വരേണ്ടതാണ്. മനസ്സിലായി. ഇങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞാ മനസ്സിലാക്കണം. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ടെന്നേ. മറുപടി പറഞ്ഞേ. ഇങ്ങനെ പ്രസംഗിക്കാതെ എല്ലാരും പ്രസംഗിക്കാൻ ഇല്ല. ആർക്കും മൈക്കില്ല. മേൽപ്പാലത്തിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞു. ശ്രീ ശിവരാജേഷ് ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡീൽ എന്നുള്ളത് കഴിഞ്ഞില്ലേ? മറ്റു കാര്യങ്ങളല്ലേ ചോദിച്ചത്? വികസനമാണ് ചോദിച്ചത്. വികസനം മുണ്ടൂരിലെ കാര്യം. പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ 2006 RSS നടത്തിയിട്ടുള്ള ഒരു ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായിട്ട് പോയി. ആ ഉദ്ഘാടകനായി പോയി 2022 RSSന്റെ നേതാവ് അത് സമ്മതിച്ചു തന്നു. അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കേണ്ടി വരും. ഉത്തരം പറയാ. ഈ കാലത്തിന്റെ ഇടയിൽ ഒരു വർഗീയ ശക്തിയോടും ഒരു തീവ്രവാദി കക്ഷിയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട. അത് എല്ലാ കാലത്തുള്ള നിലപാട്. അത് RSS ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും ഏത് തീവ്രവാദിയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ടതില്ല. അത് തന്നെയാണ് നിലപാട് മാറ്റുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. മുണ്ടൂരിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഈ MLA സഖാവ് പ്രഭാകരേട്ടൻ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് എവിടെ? നിങ്ങളൊന്ന് ഈ ഒരു കണ്ണോട് കൂടി നോക്കുമ്പോ മാത്രം വികസനം തുറന്നു നോക്കിയ വികസനം കാണും. 2 കണ്ണും തുറന്നു നോക്കിയ വികസനം കാണും.